நல்லா சாப்பிடுங்க. ഇനി വേணுമോ? ഇഡ്ഡലി സാമ്പാർ ആദ്യമായിട്ട് കാണുവാണ്. എനിക്കെന്തോ സ്മെല്ലടിക്കണുണ്ട്. അതാ ചീഞ്ഞ പഴത്തിന്റെയാണ്. ഞാൻ ശിവാനി അടുത്ത് പറഞ്ഞെടുത്ത് കളയാൻ. അതൊന്നുമില്ല. ഇങ്ങനെ ഇത്രയും ദൂരത്തുനിന്ന് ശിവാനിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യം? നീ എന്താ ഉദ്ദേശിക്കണേ? അല്ലേച്ചി, നമ്മളെ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ടക്കനെ ആരും അങ്ങനെ ചെന്ന് കേറൂല. കൊച്ചിനെ പറ്റി അനാവശ്യം പറയണ്ട. ചെകിടടിച്ച് പൊട്ടിക്കുന്ന നോക്കിക്കോ. ഞാൻ അനാവശ്യം പറഞ്ഞല്ലോ, ഞാൻ എന്റെ ടെൻഷൻ പറഞ്ഞില്ലേ. അല്ല, നിങ്ങൾ എന്തോ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല, നമ്മളെ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഫ്രണ്ടിന്റെ ആര്യേ എന്നാലും ഈ കനകാന്റി എന്തിനാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് ക്ലിയർ ആവണല്ലോ. ഫുഡൊക്കെ എടുത്ത് കൊടുത്തേക്കുന്നത് ഇഡ്ഡലി സാമ്പാറും അങ്ങനെയാണെങ്കിൽ ഇരുന്നടിക്കുകയും ചെയ്യണം. നമുക്ക് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. ആരെങ്കിലും വന്നാൽ ഫുഡ് കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയല്ലേ ഉള്ളൂ. ഫുഡ് കൊടുക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആരാ എന്താണെന്നൊക്കെ അറിയണ്ടേ? അതല്ലേ ഞാനും പറഞ്ഞു. ഒരാൾ വന്നാൽ നീ വിളിച്ചും കയറ്റിക്കോളും. ഒന്നും ചോദിക്കുകയല്ലേ പറയുകയില്ല. ആ നിന്റെ പെങ്ങള് എന്തുവാ നിന്റെ പ്രശ്നം? എന്തുവാ നിന്റെ പ്രശ്നം? എടാ, ഞാൻ വീട്ടിലോട്ട് എത്തിയുള്ളൂ. അപ്പോഴത്തേക്ക് എന്തോ ഇങ്ങോട്ട് വിളിച്ചെടുത്തിയത്. പിന്നെ സംസാരിക്കാൻ പോലും പറ്റിയില്ല. നിനക്ക് ചെന്നൈയില് ഫ്രണ്ട്സ് ഉണ്ടോ? നിനക്ക് ചെന്നൈയില് ഫ്രണ്ട്സ് ഉണ്ടോ? ഇത് ചോദിക്കാനോട് എന്നെ വിളിച്ചു വരുത്തിയത്. ഇപ്പൊ ഞാൻ വെല്ലോം വിളിച്ച് പറയും. ഞാൻ നിന്നെ അവള് വല്ലതും വിളിച്ചതാരിപ്പം നമ്മള് എന്താ? അവള് വല്ലതും വിളിച്ച് പറയുന്നു. പൊന്നു മോളെ, ഒറ്റ കാര്യം പറ, നിനക്ക് ചെന്നൈയില് ഫ്രണ്ട്സ് ഉണ്ടോ ഇല്ലേ? പിന്നെ എന്ത് ചേച്ചി വയ്യേ വഴക്കുണ്ടാക്കല്ലേ. ഇങ്ങനെ വെച്ചാൽ മതിയല്ലേ. ചെന്നൈയിൽ ഫ്രണ്ട്സ് ഉണ്ടോ മോളെ? ഞാനത് ഇൻവിസിബിൾ. എനിക്ക് ചെന്നൈയിൽ ഫ്രണ്ട്സ് കാണൂലേ? കാണുമല്ലോ, ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഈ ചെന്നൈന്ന് എറണാകുളം വരെ നിന്നെ തിരക്കി വരാൻ വേണ്ടി മാത്രമുള്ള ഫ്രണ്ട്സ് ഉണ്ടോ മക്കൾക്ക്? അല്ല, അവൻ ചോദിച്ചതിന് മറുപടി പറയൂ മോളെ. ചെന്നൈന്ന് എന്നെ ഇവിടെ വരെ ആര് തിരക്കി വരാൻ? എന്നെ ആരും തിരക്കി വരാനൊന്നും പോണില്ല. അത്ര വട്ടത്തരം എന്റെ ഫ്രണ്ട്സിനൊന്നും ഇല്ല. എടാ, നീ എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് പറ. അപ്പൊ പിന്നെ അകത്ത് കിടക്കണ അകത്താര് കിടക്കണ്? എന്തൊരു പേര്? വരാഹോ? അത് കാര്യം പറ ആദ്യം. നിന്നെ അന്വേഷിച്ച് ചെന്നൈന്ന് ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുത്തൻ? ഒരുത്തൻ. എനിക്കറിയാൻ പാടില്ല. ചേച്ചി എണീറ്റാ? എന്നിട്ട് ശിവാനി ചേച്ചി വന്നോന്ന് ചോദിച്ചു. കേട്ടാ? ശിവാനി ചേച്ചി വന്നോന്ന് ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല. ആരാ മോനെ? ആരാടാ? ഒറ്റ കാര്യമേ പറയുള്ളൂ മോളെ. എന്ത് പേഴ്സണൽ മാറ്റർ വല്ലതും ഉണ്ടോ? പേഴ്സണൽ മാറ്ററാ? എന്തിനൊക്കെയാണ് ഈ പറയണത്? നീ ഞങ്ങൾ അയാളോട് ചോദിച്ചു എന്തിനാ വന്നേന്ന് ചോദിച്ചു. എടാ, ഒരാള് പറയും. നിങ്ങൾ എന്തോ എന്തിനാ വന്നേ എന്ന് ചോദിച്ചപ്പോൾ പേഴ്സണൽ മാറ്റർ പറയാനാന്ന് പറഞ്ഞോണ്ട് വന്നേക്കണ അങ്ങേര്. നീ ഇങ്ങ് വന്നേ. ചേച്ചി ഒന്ന് നിന്നേ. പൊന്നു മോളെ, നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണ്. ഞാനായിട്ടാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ നീ ഏറെ നിൽക്കും കൊച്ചെ. ആദ്യം ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് നിനക്ക് ഞാൻ പിന്നെ തരാം. മാറങ്ങോട്ട്. ഏത് വരയോ എന്തോ ദൈവമേ. ആവേശം കണ്ട എടേ. പോടാ. வருதா? black tea. Thank you. சிவா வந்தாரா? இல்லையே, வரலையே. இனி எவ்வளோ டைம் இருக்கும்? அது எனக்கு தெரியாது. அப்படியா? என்ன, ஏதா பிரச்சனையா? இல்லை, பிரச்சனை என்ன இல்லை.
வந்ததுலேருந்து நான் கேட்டுட்டே இருக்கேன் ஏதோ மேட்ரு சொல்லணும் அர்ஜென்டாமே என்னது அது இல்ல அது பேர்சனல் மேட்டர் தான், அது அவர்கிட்ட சொல்லலாம். ആരാ ഇവിടെ വന്നേക്കണ കനകാന്റി சிவா இங்க வாமா யாரு சிவா எவ்வளவு நேரம் வெயிட் பண்ணிட்டு இருக்கு, எங்க போயிருந்த? நான் நீங்களா ஆமா இது என்ன சர்ப்ரைஸ் இது ஆமா, ஒரு விஷயம் சொல்லணும், அதுக்கப்புறம் சீக்கிரம் கிளம்பலாம். சொல்லுங்க என்னது அது இங்க சொல்ல முடியாது, கொஞ்சம் வரீங்களா? ஆமா தாராளமா அக்கா இது பத்திரமா வச்சுக்கோ, வா. ഭദ്രമാ വെച്ചിക്കോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.